ആ റൂമില്. എന്നാൽ ആദ്യം ഞാൻ പോയി പേഷ്യന്റിനോടൊന്ന് സംസാരിച്ചിട്ട് വരാം. എന്നിട്ട് എന്തായാലും പുറത്തേക്ക് കൊണ്ടുവരാം. അതിനുശേഷം ഞാൻ പറയുന്നത് ഫോളോ ചെയ്താൽ മതി. ശരി ഡോക്ടർ. സ്റ്റെല്ല, കം വിത്ത് മീ. ശ്രീകർ, മിസ്റ്റർ ശ്രീകർ. Hi Srikar, how are you? ഞാൻ എവിടെയാ ഉള്ളത്? എനിക്ക് എന്താ പറ്റിയത്? ആരാ ഞാൻ? കൂൾ. നിന്റെ പേര് ശ്രീകർ എന്നാ. നിങ്ങൾ സ്വയംസോ ജോബ് ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾ ഇന്ന കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്നും നിങ്ങൾക്കറിയാത്ത രൂപത്തില് നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ മറന്നുപോയിരിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഡോക്ടറാ. ലൈഫ് ഈസ് എ ബാറ്റിൽ. നിരന്തരം നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി മുതൽ നിങ്ങളും നിങ്ങൾക്ക് വന്ന TCI മെമ്മറി ലോസ് എന്ന ശത്രുവിനോട് യുദ്ധം ചെയ്യണം. ആ യുദ്ധത്തിൽ നിങ്ങൾ വിജയിക്കണം. ഓക്കെ? എങ്കിൽ നമുക്ക് പുറത്തേക്ക് പോവാം. നിങ്ങളെ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. വരൂ. ഞാൻ എങ്ങോട്ടേക്കും വരില്ല. എനിക്ക് കുറച്ചേരം ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി. നിങ്ങൾ ഈ റൂമിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തോറ്റുപോകും. ഞാൻ പറയുന്നത് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ പ്രീവിയസ് ലൈഫ് നിങ്ങൾക്ക് തിരികെ കിട്ടും. പ്ലീസ് കം വിത്ത് മീ. വന്നോളൂ. ഇവരെയൊക്കെ ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഇവരെ എല്ലാവരെയും ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിരുന്നു. നിലവിൽ ശ്രീകറിന്റെ അവസ്ഥ എന്താണെന്ന് മെമ്മറി ലോസ് ആയതിനു ശേഷം നടന്ന എല്ലാ കാര്യങ്ങളും അവന് കൃത്യമായി ഓർമ്മയുണ്ട്. അതിനു മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം എറേസ് ആയി പോയിരിക്കുക. ആളെ ഒരു ട്രാൻസിലേക്ക് കൊണ്ടുപോകാനുള്ള ഇഞ്ചക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരെയായി ഞാൻ പരിചയപ്പെടുത്താം. ശ്രീകറുമായിട്ടുള്ള നിങ്ങളുടെ ഇമോഷൻ ഷെയർ ചെയ്താൽ മതി. ശ്രീകർ, ദിസ് ഈസ് യുവർ ഫാമിലി. ഇവരെല്ലാവരും നിങ്ങളുടെ അമ്മ വേദവതി. മോനെ ശ്രീകർ, 9 മാസം നിന്നെ വയറ്റില് ചുമന്ന് നിനക്ക് ജന്മം നൽകിയപ്പോ നരകതുല്യമായ പ്രസവ വേദനയെപ്പോലും ഞാൻ സന്തോഷത്തോടെയാ നേരിട്ടത്. പക്ഷെ എന്റെ കുഞ്ഞിനിങ്ങനെ കാണുമ്പോ സഹിക്കാനാവുന്നില്ലടാ. പെറ്റ അമ്മയെ പോലും ഓർക്കാനാവാത്ത പോലൊരു അപകടം ഉണ്ടായെങ്കിൽ അതെനിക്ക് കിട്ടിയ ശാപമായിരിക്കും. അമ്മന്ന് നീ എന്നെ വിളിക്കുന്നത് എനിക്ക് കേൾക്കണം. അമ്മയെന്നൊന്ന് വിളിക്ക് ശ്രീകർ. ഇത് നിങ്ങളുടെ അച്ഛൻ മിസ്റ്റർ പ്രസാദ് റാവു.
ജന്മം തന്ന അച്ഛനമ്മമാർക്ക് സ്വന്തം മകന്റെ അടുത്ത് ഒരു അന്യനെ പോലെ പരിചയപ്പെടുത്തേണ്ട ഒരു അവസ്ഥ വരുന്നത് ഞങ്ങളുടെ തലവരെയാടാ. നിനക്ക് പെട്ടെന്നെല്ലാം ഭേദാകണം. ഞങ്ങളുടെ ശ്രീകരായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വരണം. അച്ഛൻ, അമ്മ, ഏട്ടൻ, ഏട്ടത്തി, ചേച്ചി, അളിയൻ, കാവ്യ. ഈ കുട്ടിയാണ് നിഹാരിക, നിന്റെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് പേഴ്സൺ. ശ്രീകരേട്ടാ, ഇന്ന് എനിക്ക് എന്നെ ഇതുപോലെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. ഞാൻ ശ്രീകരേട്ടനെ ആദ്യ നോട്ടത്തിൽ തന്നെ സ്നേഹിച്ചോളാം. ശ്രീകരേട്ടനെ കല്യാണം കഴിക്കാൻ വേണ്ടി എത്രയോ ശ്രമങ്ങൾ നടത്തിയവളാ. അവസാനം അത് നേടിയവളാ. നിഹാരിക നിനക്ക് വേണ്ടി എത്രയോ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് ശ്രീകർ. നമ്മൾ എങ്ങനെയൊക്കെ അവളെ പരീക്ഷിച്ചു. കല്യാണത്തിന് മുമ്പ് 1 മാസത്തിൽ കൂടുതലായി നമ്മുടെ വീട്ടിൽ ആചാരങ്ങളും ചടങ്ങുകളും പഠിപ്പിച്ചില്ലേ? എല്ലാത്തിലും അവള് ജയിച്ചില്ലേ? ഇനി വരുന്ന മാസം 6-ാം തീയതി നിങ്ങളുടെ കല്യാണം. അതിനുള്ളിൽ എങ്ങനെയൊക്കെ സംഭവിച്ചു. രണ്ട് മാസമായി നമ്മുടെ വീട്ടിൽ നിന്നോടുള്ള അവളുടെ സ്നേഹം അവളെ കാണിച്ചു തന്നു. നിഹാരികയുടേത് എന്റെ ജാതക, നിഹാരികയുടേത് നമ്മുടെ വംശത്തിന് ആവശ്യമുള്ള ജാതക. നിഹാരിക ഈ വീട്ടിലെ മരുമകളായും നിന്റെ ഭാര്യയായും വരുന്നത് നമ്മുടെ ഭാഗ്യ. നമ്മുടെ കല്യാണം ആഘോഷമായിട്ട് നടക്കും ശ്രീകരേട്ടാ. നമ്മുടെ കല്യാണം ആകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിക്കോളും. ശ്രീകരേട്ടൻ വിഷമിക്കേണ്ട. ലാസ്റ്റ് പേഴ്സൺ, പേര് ആവനി. അവനി ആരാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡോക്ടർ. അതെ ഡോക്ടർ, അവൻ ഈ വീട്ടിൽ നിൽക്കാൻ പോകുന്ന ആളല്ല. ഈ കുടുംബത്തിലെ ഒരാളായി കൗണ്ട് ചെയ്യാറില്ല. ആവനിയെ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ബാക്കി എന്താന്ന് വെച്ചാ ചെയ്യേ. ഏട്ടനിപ്പോ ഓർമ്മ വരേണ്ടത് ഈ ഞങ്ങൾ മാത്രമാ. നിർത്തുന്നുണ്ടോ? എന്നും കാവ്യ ഈ വീട്ടിലുണ്ടാവോ? കല്യാണം കഴിച്ച് പുറത്തേക്ക് പോവില്ലേ? പിന്നെ കാവ്യ എന്തിനാ പരിചയപ്പെടുത്തിയത്? ആവനി ഇവിടെ നമ്മുടെ കുടുംബത്തിലുള്ളവളാ. ആവനി നമുക്ക് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആവനിയെ പരിചയപ്പെടുത്തരുതെന്ന് പറയാൻ നിങ്ങളാരാ? അതുകൊണ്ടല്ല അമ്മേ, അത് ഇക്കാര്യത്തിൽ നീ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. അവനി ഇങ്ങോട്ട് വാ മോളെ. നിന്നെ പരിചയപ്പെടുത്തും മോളെ. ചെല്ല്. എന്ത് പറഞ്ഞ് നീ പരിചയപ്പെടുത്തുമെന്ന് നോക്കട്ടെ. ഏട്ടാ, ഞാൻ നിങ്ങളുടെ
ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ നീ എന്തിനാ ഇപ്പൊ ഫീൽ ആവുന്നേ? നിന്റെ ഭാവം കണ്ടാത്തൊന്നും ശ്രീകർ നിന്റെ ഭാവി ഭർത്താവാണെന്ന്. നിങ്ങൾക്ക് രണ്ടാൾക്കും ഇടയിൽ എന്തോ വലിയ ബന്ധമുള്ള പോലെ. ഞങ്ങളെല്ലാവരും പരിചയപ്പെടുത്തിയത് എങ്ങനെയാണോ നീയും അങ്ങനെ അങ്ങ് പരിചയപ്പെടുത്തിയാ മതി. ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കാം മോളെ. ശ്രീകർ അവന് മറ്റു ആരും അല്ലടാ, നിന്റെ അച്ഛന്റെ അനിയത്തിയുടെ മോളാ, ഞങ്ങളുടെ അനന്തരവള്. നിന്റെ മുറപ്പെണ്ണാണടാ അവള്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അവനിയെ നീയ നമ്മുടെ വീട്ടിലേക്ക് അതിഥിയായിട്ട് കൊണ്ടുവന്നത്. അതിനുശേഷം ഞങ്ങളെ രക്തബന്ധം തിരിച്ചറിഞ്ഞു. അവൻ ഈ വീട്ടിലെത്തിയ ശേഷം നമുക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എത്രയോ അപമാനങ്ങൾ സഹിച്ചു അവള്. എന്നിട്ട് പോലും അതെല്ലാം സഹിച്ച് അവള് നമ്മുടെ വീട്ടിൽ നിന്നു. അവനിയെ പോലുള്ള പെൺകുട്ടികള് വളരെ അപൂർവമാണ്. ഡോക്ടർ, ഇപ്പൊ ഞങ്ങൾ ശ്രീകറിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവന് ഓർമ്മയുണ്ടാവില്ലേ? മെമ്മറി ലോസ് ആയതിനു ശേഷം സംഭവിച്ച എല്ലാ കാര്യങ്ങളും ശ്രീകരൻ നന്നായി ഓർമ്മയുണ്ട്. ഇനി മുതല് ശ്രീകർ എല്ലാ റിലേഷൻസും ഓർത്തു വെച്ചോളും. നിങ്ങളോട് സാധാരണ പോലെ തന്നെ ബിഹേവ് ചെയ്തോളും. ഏട്ടന് കഴിഞ്ഞു പോയ കാര്യങ്ങള് ഓർമ്മ വരാൻ എത്ര കാലം എടുക്കും ഡോക്ടർ? ആദ്യം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. ഒരാഴ്ച ഒബ്സർവേഷനിൽ ഇരിക്കണം. അത് കഴിഞ്ഞാൽ മാത്രമേ ശ്രീകരന്റെ അവസ്ഥയെക്കുറിച്ച് വല്ലതും പറയാൻ സാധിക്കൂ. പ്രസാദ് റാവ് സാറേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വന്ന് കൗൺസിലിംഗ് കൊടുത്തോളാം. സ്റ്റേജ് 1 തന്നെ എന്റെ മെഡിക്കേഷൻ അയാൾ ഒബ്സർവ് ചെയ്ത് തുടങ്ങിയാൽ പ്രോബ്ലം നമുക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാം. സ്റ്റെല്ല, ആ മെഡിസിൻ കൊടുക്ക്. മെമ്മറി ലോസ് പേഷ്യൻസിന് ദിസ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. വേൾഡ് വൈഡ് ഈ മെഡിസിനാണ് യൂസ് ചെയ്യുന്നത്. ഈ ടാബ്ലറ്റ്സ് എല്ലാം രാവിലെയും രാത്രിയിലും കൊടുക്കണം. ഈ ടാബ്ലറ്റ്സ് നിങ്ങൾ കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ശ്രീകരന് എത്രയും പെട്ടെന്ന് എല്ലാം ഭേദമാകും. ആയിക്കോട്ടെ ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. വേദ, അമ്മേ, എന്താ മോളെ? ശ്രീകരേട്ടനെ ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കോളാം. അമ്മയെങ്ങാനും ടാബ്ലറ്റ് കൊടുക്കാൻ മറന്നുപോയാ ശ്രീകരേട്ടന് അത് വലിയ ബുദ്ധിമുട്ടാവും. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ശ്രീകരേട്ടന്റെ ടാബ്ലറ്റ്സ് ടൈം ടു ടൈം ഞാൻ കൊടുത്തോളാം. ഇതിൽ ഞങ്ങൾക്ക് എന്ത് എതിർപ്പുണ്ടാവാനാ? ഭർത്താവാകാൻ പോകുന്ന ആളെ നീ കൂടെ നിന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനെതിര് പറയണം? പിടിച്ചോ. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. താങ്ക് യു ഡോക്ടർ. ശ്രീകർ, എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. യു ഡോണ്ട് വറി. ഞാനും ഫാമിലി മെമ്പേഴ്സും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. വേദവതിയമ്മേ, നിങ്ങളൊരു കാര്യം കൃത്യമായി ഓർത്തു വെക്കണം. പറയൂ ഡോക്ടർ. ബാക്കിയുള്ള റിലേഷൻസ് എല്ലാം എന്തും ആയിക്കോട്ടെ, അമ്മ എന്ന നിലയ്ക്ക് നിങ്ങളുടെ റോൾ ഇമ്പോർട്ടൻ്റാ. മകൻ എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നതെന്ന് അമ്മയ്ക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയും. അമ്മ എന്ന നിലയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനുമുള്ള സാധ്യതയുണ്ട്. ബാക്കിയുള്ളവർ പറയുന്ന കാര്യങ്ങൾ അത്ര പെട്ടെന്ന് വിശ്വസിക്കില്ല. അവനെ കബളിപ്പിക്കുകയാണോ എന്ന് പോലും തോന്നും. മകനെ അമ്മയുടെ കൃഷ്ണമണികൾ പോലെ ചെറുപ്പം മുതലേ വളർത്തി കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ അമ്മയുടെ വാക്കുകൾ സത്യമായിട്ടേ അവൻ കരുതൂ. അതുകൊണ്ട് നിങ്ങൾ ഇനി കൂടുതൽ സമയം ശ്രീകറിന്റെ കൂടെ സ്പെൻഡ് ചെയ്യണം. ശരി ഡോക്ടർ. ഓക്കെ. ശ്രീകരേട്ടാ, ഏട്ടൻ ഇനി റെസ്റ്റ് എടുത്തോ, എന്റെ കൂടെ വാ. ഇതെന്തുകൊണ്ടാ എന്റെ ജീവിതത്തിൽ ഇത്രയധികം പരീക്ഷണങ്ങൾ വരുന്നത്? എല്ലാവരും അവരൊക്കെ ശ്രീകരേട്ടൻ ആരാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി.
എനിക്കതിനുള്ള ഭാഗ്യമില്ലാതായി പോയല്ലോ. നേരം വെളുത്താല് കുലഗുരുവിന്റെ അടുത്ത് പോയി ഗുരുമുഖേന തന്നെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ഞാൻ രണ്ടാമത്തെ മരുമകളാണെന്ന് എല്ലാവരും അറിയിക്കുമെന്ന് പറഞ്ഞു എന്റെ ഏട്ടൻ എനിക്ക് വാക്ക് തന്നതാ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൻ എന്റെ ഭാര്യയാണെന്ന് പറയുന്നു പറഞ്ഞതാ. ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലായി പോയില്ലേ. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് പറയാൻ പറ്റാത്ത നിർഭാഗ്യവതിയായ ഒരു ഭാര്യയായി പോയില്ലേ ഞാൻ. കല്യാണത്തിന് മുഹൂർത്തം അടുത്തു വരുന്നുണ്ട്. വരുന്ന 6-ാം തീയതിക്കുള്ളിൽ ഏട്ടന് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന കുഴപ്പമില്ലായിരുന്നു. ഇല്ലെങ്കിൽ എന്റെ അവസ്ഥ പിന്നെ എന്താവും? എന്റെ ജീവിതം പിന്നെ എന്താവും? എന്റെ ഭർത്താവിനെ എനിക്ക് എങ്ങനെ സ്വന്തമാക്കാൻ കഴിയും? ഒരു വശത്ത് എന്റെ താലി എവിടെയോ കളഞ്ഞുപോയി. താലി നഷ്ടപ്പെടുത്തിയത് കൊണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്റെ താലി എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടത് ചെയ്യൂ സ്വാമി. കല്യാണം ആകുമ്പോഴേക്കും എനിക്ക് എന്റെ താലി തിരിച്ചു കണ്ടെടുക്കാൻ പറ്റിയില്ലെങ്കിൽ വല്ല കടലിലും ചാടി ചാകേണ്ടി വരും എനിക്ക്. എന്റെ ജീവിതം ആ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോവും. എന്റെ ഏട്ടനില്ലാത്ത ജീവിതം എനിക്കെന്തിനാ? 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 അവന് മറ്റു ആരും അല്ലടാ, നിന്റെ അച്ഛന്റെ അനിയത്തിയുടെ മോളാ, ഞങ്ങളുടെ അനന്തരവള്. നിന്റെ മുറപ്പെണ്ണാണടാ അവള്. എന്റെ അവസ്ഥ ഇങ്ങനെയായി പോയതോർത്ത് ഞാൻ വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഭാര്യയാണെന്ന് ഏട്ടൻ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം താനുണ്ടാക്കിയതാണോ? എല്ലാം ഞാൻ ഉണ്ടാക്കിയതല്ല, പക്ഷെ ഇതിലൊന്നും ഞാൻ ഉണ്ടാക്കിയതാ. അതെന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം. എന്റെ സഹധർമ്മിണി അപ്പോ പ്രിയ ഭർത്താവിനെ ടെസ്റ്റ് ചെയ്യാന്ന് അർത്ഥം അല്ലേ? അതെ. ശരി, ഞാൻ കണ്ടുപിടിച്ചാൽ എന്ത് തരും? ഞാൻ ഉമ്മ തന്നോളാം. എത്ര എണ്ണം? 3 എണ്ണം. ഓ 3 പോരാ, 100 എണ്ണം വേണം. ശരി. സത്യമായിട്ടും? സത്യമായിട്ടും. എന്നാലേ ഇപ്പൊ കണ്ടുപിടിച്ചു തരാം. ഇതിൽ എരിവ് കൂടുതലാ. അപ്പൊ ഇത് ഏട്ടത്തി ഉണ്ടാക്കിയതാ. അയ്യേ, ഇത് പാചകം ചെയ്തിട്ടുണ്ടോന്ന് പോലും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത് നിഹാരികടേതാ. ആ, ചേച്ചിക്കേ ഇത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും ഉണ്ടാക്കും. സോ ഇത് ചേച്ചി ഉണ്ടാക്കിയത്. ഇനിയുള്ളത് പായസം. യെസ്, ഇതാണ് എന്റെ ഭാര്യ ഉണ്ടാക്കിയ പായസം.
Am I right? എങ്ങനെ പറയാൻ പറ്റിയത്? ചേച്ചിയും അമ്മയൊക്കെ ഉണ്ടാക്കുന്ന പായസത്തിന്റെ രുചി എനിക്ക് അറിയുന്നതല്ലേ.